പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖം വിവരിക്കുന്നു. ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ജിദ്ദ എയർപോർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ വാഹനം പാർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ പാർക്കിംഗ് ഫീസ് സ്മാർട്ട് ഡിജിറ്റൽ പേയ്മെൻറ്റിലൂടെ എങ്ങനെ നമുക്ക് അടക്കാമെന്നതിനെ കുറിച്ചാണ്. ഇത് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ സമയവും നഷ്ടപ്പെടുത്താതെ വളരെ എളുപ്പത്തിൽ നമുക്ക് വാഹനം പുറത്തേക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ മെത്തേഡുകൾ എന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോവാം. ഇതാണ് സ്കാനിങ് മെഷീൻ. ഈ സ്കാനിങ് മെഷീനിൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവിടെ ചെയ്യണം. ഇത് എയർപോർട്ടിൻ്റെ ഉള്ളിലുള്ളതാണ്. പുറത്തേക്ക് പോയാൽ ഡബിൾ ചാർജ് ആവും. ഇത് നമ്മൾ സ്കാൻ ചെയ്യണം. നമ്മൾ ആദ്യം പുറത്തുനിന്ന് എടുത്ത ഇത് Please scan your parking ticket below. ഇത് നമ്മൾ ഇവിടെ കാണിക്കുമ്പോൾ തന്നെ സ്കാനായി. സ്കാനിലേക്ക് പോയി. Please select your നമുക്ക് കാർഡ് വേണേൽ കാർഡ്, ക്യാഷ് ആണ് ക്യാഷ്. ഇപ്പൊ നമ്മൾ കാർഡ് ആയതുകൊണ്ട് Please follow the PIN pad. നമ്മളിവിടെ കാർഡ് വെച്ച് കൊടുത്താല് Thank you. Okay. Please exit the parking within 15 minutes. അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞ് ഇനി നമുക്ക് അതിൻ്റെ പേയ്മെൻറ്റ് അടച്ചതിൻ്റെ റെസീറ്റാണ് ഈ കാണുന്നതാണ് റെസീറ്റ്. അപ്പോൾ നമ്മൾക്ക് റെസീറ്റ് കിട്ടി. നമ്മൾ പുറത്തേക്ക് പോവുകയാണ്. നമ്മൾ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ 15 മിനിറ്റിനുള്ളിൽ നമ്മൾ എയർപോർട്ടിന് പുറത്തേക്ക് ഇറങ്ങണം. വാഹനം എടുത്തിട്ട് ഏതെങ്കിലും തരത്തിലുള്ള വയലേഷന്, നമ്മൾ പാർക്കിങ്ങിലോ മറ്റോ എന്തെങ്കിലും വയലേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ പിഴ വേറെ തന്നെ അടക്കേണ്ടി വരും. അതുകൊണ്ട് ഇതോടൊപ്പം വയലേഷൻ ഒക്കെ വളരെയധികം ശ്രദ്ധിക്കുക. വയലേഷന് ഉണ്ടായ വലിയ തുക പിഴയായിട്ട് അടക്കേണ്ടി വരും. ഇവിടെ നമ്മൾ ഇങ്ങനെ ഫീസ് അടച്ചില്ലേ, പാർക്കിംഗ് ഫീ നമ്മൾ ഇവിടെ അടച്ചു. അതായത് എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ അടച്ചു കഴിഞ്ഞു. ഇവിടെ അടയ്ക്കാതെ നമ്മൾ പുറത്തേക്ക് പോയാൽ അവിടെ നേരെ ഡബിൾ. ഇവിടെ ഇപ്പം നമ്മൾ 5.75 നമുക്ക് പാർക്കിംഗ് ഫീ വന്നത്. അതിവിടെ കയറി ഒരു മണിക്കൂറിനുള്ളിൽ 5.75. ഒരു മണിക്കൂറിന്റെ ഒരു സെക്കൻഡ് മുകളിലേക്ക് ചാടി കഴിഞ്ഞാലും നേരെ ഡബിൾ ആവും, 11.50 ആവും. അതുപോലെ തന്നെ നമ്മൾ 5.75 ഉള്ളിൽ, അതായത് ഒരു മണിക്കൂറിന്റെ ഉള്ളിൽ നമ്മൾ ചിലപ്പോൾ 10 മിനിറ്റ് ഒക്കെ ആയിട്ട് തിരിച്ചു പോവുകയാണെങ്കിലും പുറത്താണ് നമ്മൾ അടയ്ക്കണമെങ്കിൽ ഡബിൾ ചാർജ് ആവും. 11 ആണെങ്കിൽ അതിന്റെ നേരെ ഡബിൾ ചാർജ് പുറത്ത് ആണെങ്കിൽ ആവും. അപ്പൊ കഴിയുന്നതും അതിന്റെ ഉള്ളിൽ തന്നെ, നമ്മൾ എയർപോർട്ടിന്റെ ഉള്ളിൽ തന്നെ പാർക്കിംഗ് ഫീ അടച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി പോരാ. ഇവിടെ അടയ്ക്കാനുള്ള സംവിധാനം ഉണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പോ അവിടെ നമുക്ക് സെൽഫായിട്ട് അല്ലാതെ പുറത്ത് അവിടെ കൗണ്ടർ ആളിരിക്കുന്ന കൗണ്ടറും ഉണ്ട്, അവിടെയും അടയ്ക്കാം. ഇത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയുള്ളത്. അപ്പൊ അവിടെ നമ്മൾ ഫീ അടച്ചത് കൊണ്ട് ഇവിടെ നമ്മൾ ഈ നമ്പർ ശരിക്കും ആ ക്യാമറയിലേക്ക് ഒന്ന് കാണിച്ചാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് പോകും. അതല്ലെങ്കിൽ നമ്മൾ അടച്ച ഈ റെസീറ്റ് ഇതിലേക്ക് ഒന്നും കൂടി സ്കാൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇതിപ്പോ നമുക്ക് സെഡാൻ വണ്ടികളൊക്കെ ആകുമ്പോൾ നമ്പർ ശരിക്കും അതിലേക്ക് പതിയും. അപ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങ് പോങ്ങിക്കോളും. ഓക്കെ, ഇത്രേ ഉള്ളൂ എയർപോർട്ടിലെ വിശേഷങ്ങൾ. അപ്പോൾ സുഹൃത്തുക്കളെ, മറ്റൊരു പുതിയ വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം. ബൈ.